Good morning, students. Today we are going to study class 8 biology, the remaining part of our chapter 2 microorganisms, friend and foe. This we will study the harmful microorganisms, food preservation and nitrogen cycle. Okay, so let us learn more about the harmful microorganisms. Microorganisms are harmful in many ways. Some of the microorganisms cause diseases in human beings, plants and animals. Such disease-causing microorganisms are called pathogens. അതായത് ഹ്യൂമൻ ബീയിങ്സിലും പ്ലാന്റ്സിലും ആനിമൽസിലും എല്ലാം ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് പതോജൻസ്. ഓക്കെ, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. പതോജൻസ് എൻ്റർ അവർ ബോഡി ത്രൂ ദ എയർ we breathe, the water we drink or the food we eat. They can also get transmitted by direct contact with an infected person or carried by an animal. Microbial diseases that can spread from an infected person to a healthy person through air, water or physical contact and are called communicable diseases. Examples of such diseases are cholera, common cold, chickenpox and tuberculosis. അതായത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം വഴി ഉണ്ടാകുന്ന ഡിസീസസ് മൈക്രോബിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. അത് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം? ത്രൂ എയറിലൂടെ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ, ഫുഡ്, ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം കൊറോണ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. കാരണം എന്താണ്? ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലേക്ക് എയറിലൂടെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെയൊക്കെയാണ് കൊറോണ സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിളാണ് കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, ട്യൂബർക്കുലോസിസ്. ഓക്കെ, അതുപോലെ തന്നെ there are some insects and animals which act as carrier of disease causing microbes. Housefly is one such a carrier. The flies sit on the garbage and animal excreta. Pathogens stick to their body. When these flies sit on uncovered food, they may transfer the pathogens. Whoever eats the contaminated food is likely to get sick. അതായത് ഡിസീസ്, മൈക്രോബിയൽ ഡിസീസ് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് ഇൻസെക്റ്റിലൂടെ ആകാം. അങ്ങനെ ഇൻസെക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ക്യാരിയർ ചെയ്യുന്നത് ഹൗസ് ഫ്ലൈ പോലുള്ള ഇൻസെക്റ്റാണ്. ഇത് ഗാർബേജിൽ, അതുപോലെ തന്നെ ആനിമൽ എക്സ്ക്രീറ്റ, ഇവിടെയെല്ലാം പോയിട്ട് അതിൻ്റെ ശരീരത്തിൽ ഈ പതോജൻസ് കാണും. ഈ പതോജൻസ് അൺകവേർഡ് ഫുഡിൽ ഈ ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോഴത്തേന് ആ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. ആ കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മൾക്ക് ഡിസീസ് വരും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഓക്കെ, can you see this? This is the picture of female Anopheles mosquito which carry the parasite of malaria, Plasmodium. Female Aedes mosquito act as a carrier of dengue fever. Dengue fever spread ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ Aedes mosquito ആണ്. ഫീമെയിൽ Aedes mosquito is a carrier of dengue fever. ഓക്കെ, അതുപോലെ തന്നെ കോമൺ ഹ്യൂമൻ ഡിസീസസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ആണ്. ക്യാൻ യു സീ ദിസ്? ദെയർ ഈസ് എ ടേബിൾ. ഓക്കെ, ട്യൂബർക്കുലോസിസ്, മീസൽസ്, ചിക്കൻ പോക്സ്, പോളിയോ. ഇത് ട്യൂബർക്കുലോസിസ് കോസേറ്റീവ് മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ആണ്. ബാക്കി മീസൽസും ചിക്കൻ പോക്സും പോളിയോയും അതിൻ്റെ വൈറസ് ആണ് കോസേറ്റീവ് ഓർഗാനിസം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്
എയർ, കോണ്ടാക്റ്റ് അല്ലെങ്കിൽ വാട്ടറിലൂടെയാണ്. പിന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്: കീപ് ദ പേഷ്യൻ്റ് ഇൻ എ കംപ്ലീറ്റ് ഐസൊലേഷൻ, കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ പേഷ്യൻ്റ് അവേ ഫ്രം ദോസ് ഓഫ് അതേഴ്സ്, വാക്സിനേഷൻ ടു ബി ടേക്കൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്. ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വാക്സിനേഷൻ സമയാസമയത്ത് വാക്സിൻസ് എടുക്കുക. നെക്സ്റ്റാണ് കോളറ ആൻഡ് ടൈഫോയിഡ്. അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം കോളറയുടെയും ടൈഫോയിഡേയും ബാക്ടീരിയ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പകരുന്നത് വാട്ടറിലൂടെ അല്ലെങ്കിൽ ഫുഡിലൂടെ ആകാം. പ്രിവെൻറ്റീവ് മെഷേഴ്സ്: മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ്, കൺസ്യൂം പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ് ആൻഡ് ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് വാക്സിനേഷൻ. അതായത് നന്നായിട്ട് കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിക്കുക, അതുപോലെ ബോയിൽ ചെയ്ത വാട്ടർ യൂസ് ചെയ്യുക, വാക്സിനേഷൻ. ഇതൊക്കെയാണ് ടൈഫോയിഡും കോളറയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് എ. അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വാട്ടറാണ്. അത് ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ ആൻഡ് വാക്സിനേഷൻ. ഓക്കെ. നെക്സ്റ്റ് മലേറിയ. മലേറിയയുടെ പ്രോട്ടോസോവയാണ് കോസേറ്റീവ് ഓർഗാനിസം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മോസ്കിറ്റോ, കൊതുക് വഴി പകരുന്ന രോഗമാണ് മലേറിയ. യൂസ് മോസ്കിറ്റോ നെറ്റ് ആൻഡ് റിപ്പല്ലൻറ്റ്, സ്പ്രേ ഇൻസെക്ടിസൈഡ്സ് ആൻഡ് കൺട്രോൾ ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ് ബൈ നോട്ട് അലോയിങ് വാട്ടർ ടു കളക്ട് ഇൻ ദ സറൗണ്ടിങ്സ്. അതായത് നമ്മുടെ ചുറ്റുപാടിലൊന്നും വാട്ടർ കളക്ട് ചെയ്യാതെ കൊണ്ട് തന്നെ അതായത് മോസ്കിറ്റോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക. ഓക്കെ. ഇൻസെക്ടിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുക, ഇതൊക്കെയാണ്. അതുപോലെ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ആനിമൽസ്. സെവറൽ മൈക്രോ ഓർഗാനിസംസ് നോട്ട് ഓൺലി കോസ് ഡിസീസസ് ഇൻ ഹ്യൂമൻസ് ആൻഡ് plants but also other animals. Example, anthrax. Anthrax is a dangerous human and cattle disease caused by bacterium. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് ഓഫ് കാറ്റിൽ is caused by virus. Okay, Robert Koch in 1876 discovered bacterium Bacillus anthracis which causes anthrax disease. Anthrax disease കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാക്സിസ്. ഇത് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. നെക്സ്റ്റ് കോമൺ പ്ലാന്റ് ഡിസീസസ് ആൻഡ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. പ്ലാന്റ് ഡിസീസസ് ആണ്. ക്യാൻ യു സീ ദിസ്? പ്ലാന്റ് ഡിസീസസ്: സിട്രസ് ക്രാങ്കർ. സിട്രസ് ക്യാങ്കർ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയറിലൂടെയാണ് ഇതുണ്ടാകുന്നത്. ഇതെല്ലാം പ്ലാന്റ് ഡിസീസാണ്. റസ്റ്റ് ഓഫ് വീറ്റ് അതിൻ്റെ മൈക്രോ ഓർഗാനിസം ഫഞ്ചയാണ്. എയറിലൂടെയും സീഡ്സിലൂടെയൊക്കെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ബിഹന്തി ഓർ ഒക്ര മൈക്രോ ഓർഗാനിസം വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻസെക്റ്റ് ആണ്. നെക്സ്റ്റ് ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് പോയ്സണിങ് കുഡ് ബി ഡ്യൂ ടു ദ കൺസപ്ഷൻ ഓഫ് ഫുഡ് സ്പോയിൽഡ് ബൈ സം മൈക്രോ ഓർഗാനിസം. Micro organisms that grow on our food sometimes produce toxic substance. These make the food poisonous and causing serious illness and even death. അതായത് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം വഴി ഫുഡ് കണ്ടാമിനേറ്റ് ആവും. ഇങ്ങനെ സ്പോയിലായ ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഫുഡ് പോയ്സണിങ് വരാൻ സാധ്യതയുണ്ട്. അത് സീരിയസ് ഇൽനെസ്, ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. അതുപോലെ തന്നെ ഈവൻ ഡെത്ത്, മരണം വരെ സംഭവിക്കാം. നെക്സ്റ്റ് ഫുഡ് പ്രിസർവേഷൻ. ഹൗ ഡു വി പ്രിസർവ് കുക്ക്ഡ് ഫുഡ് ആൻഡ് സ്റ്റോർ ഫുഡ് ഗ്രെയിൻസ്? എങ്ങനെയാണ് നമ്മൾ ഈ കുക്ക് ചെയ്ത ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, മൈക്രോ ഓർഗാനിസംസ്. You know that bread left unused under moist conditions, it is attacked by fungus. Microorganisms spoil our food. Spoiled food emits bad smell and has a bad taste and changed കളർ. അതായത് നിങ്ങൾ ഈ ബ്രെഡ് കുറച്ച് ദിവസം തുറന്നു വെച്ചിരുന്നാൽ അറിയാം, അത് സ്പോയിലായി പോകും അല്ലേ? മൈക്രോ ഓർഗാനിസം ഫംഗസ് ആണ് ബ്രെഡിൽ വളരുന്നത്. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലും വരും, ബാഡ് ടേസ്റ്റും വരും.
ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കാം? കെമിക്കൽ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, salt and edible oils are the common chemicals generally used to check the growth of microorganisms. They are also called preservatives. നമുക്ക് സോൾട്ട് ഉപ്പിനകത്തിട്ട് വെക്കാം, അതുപോലെ തന്നെ എഡിബിൾ ഓയിൽസ് യൂസ് ചെയ്യാം. ഇതെല്ലാം പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും ആർ കോമൺ പ്രിസർവേറ്റീവ്സ്. ഓക്കെ, these are also used in jams, squashes to check spoilage. ജാമും സ്ക്വാഷും ഒന്നും സ്പോയിൽ ആകാതെണ്ടിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് സോഡിയം മെറ്റാബൈസൾഫേറ്റും സോഡിയം ബെൻസോയേറ്റും. നെക്സ്റ്റ്, പ്രിസർവേഷൻ ബൈ കോമൺ സോൾട്ട്. മീറ്റ് ആൻഡ് ഫിഷ് are covered with dry salt to check the growth of bacteria. Salting is also used to preserve amla, raw mangoes, tamarind. അതായത് ആംല, റോ മാംഗോ ഇതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാൻ നമ്മൾ സോൾട്ടിനകത്ത് അല്ലെങ്കിൽ ഉപ്പിനകത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ്, പ്രിസർവേഷൻ ബൈ ഷുഗർ. Sugar reduces the moisture content which inhibits the growth of bacteria and which spoil food. ഷുഗർ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അവിടെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഫുഡ് സ്പോയിൽ ആകാതിരിക്കാനായിട്ട് ഷുഗറിനകത്തും പ്രിസർവ് ചെയ്യാം. നെക്സ്റ്റ്, പ്രിസർവേഷൻ ബൈ ഓയിൽ ആൻഡ് വിനെഗർ. ഓയിലും വിനെഗറും ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യാം. യൂസ് വിനെഗർ പ്രിവെൻറ്റ്സ് സ്പോയിലേജ് ഓഫ് പിക്കിൾസ് because bacteria cannot live in such environment. വിനെഗർ ഉപയോഗിച്ചാൽ അവിടെ ബാക്ടീരിയ വളരത്തില്ല. സോ ഫിഷ്, മീറ്റ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ പ്രിസർവ് ചെയ്യാം. നെക്സ്റ്റ്, ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാസ്ചറൈസേഷൻ. വാട്ട് ഈസ് പാസ്ചറൈസേഷൻ? The milk is heated to about 70 degrees Celsius or 15 to 30 seconds and then suddenly chilled and stored. By doing so, it prevents the growth of microbes. This process was discovered by Louis Pasteur. It is called pasteurization. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് നന്നായിട്ട് ചൂടാക്കുക, അതായത് ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക. ഒരു 15 തൊട്ട് 30 മിനിറ്റ് വരെ ഇതിനെ നന്നായിട്ട് മിൽക്കിനെ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിനെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുക, എന്നിട്ട് സ്റ്റോർ ചെയ്യുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ്, നൈട്രജൻ ഫിക്സേഷൻ. അതായത് ബാക്ടീരിയം റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ fixation of nitrogen in luminous plants. Recall that rhizobium lives in the roots modules of leguminous plants such as beans and peas. Sometimes nitrogen gets fixed through the action of lightning, but you know that the amount of nitrogen in the atmosphere remains constant. അതായത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, റൈസോബിയം പോലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കാണുന്നത് ലെഗുമിനസ് പ്ലാന്റിൻ്റെ റൂട്ടിലാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ സോയിലിൽ വരുമ്പോഴത്തേക്കിന് അതിനെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ്റെ അളവിനെ കോൺസ്റ്റൻ്റ് ആക്കുന്നു. ഓക്കെ, ദിസ് ഈസ് നൈട്രജൻ സൈക്കിൾ. ക്യാൻ യു സീ ദിസ്? Atmosphere has 78% nitrogen gas. അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജൻ ഗ്യാസ് ആണ്. നൈട്രജൻ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. As part of proteins, chlorophyll, nucleic acid and vitamins. The atmospheric nitrogen cannot be taken directly by plants and animals. Certain bacteria and blue-green algae present in the soil fix nitrogen from the atmosphere and convert it into compounds of nitrogen. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിനെ നേരിട്ട്
എടുക്കാൻ പറ്റത്തില്ല, നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ കാണപ്പെടുന്ന ലെഗുമിനോസ് പ്ലാന്റ്സിലാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദർ ഈസ് എ പിക്ചർ. ദാറ്റ് ഈസ് നൈട്രജൻ സൈക്കിൾ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ലൈറ്റനിങ്ങിൻ്റെ ഫലമായിട്ട് അത് സോയിലിൽ വരുന്നു. സോയിലിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്നു. പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസിലും വരുന്നു. പിന്നെ എന്താണ്, ഈ ആനിമൽസ് നശിച്ചു കഴിയുമ്പോഴത്തേന് നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ദ എക്സ്ക്രീഷൻ ആൻഡ് ഡെത്ത്, ഈ ആനിമൽസ് ഡെത്തായി കഴിയുമ്പോഴത്തേന് ഈ നൈട്രജൻ തിരിച്ച് സോയിലെത്തുന്നു. സോയിലുള്ള ബാക്ടീരിയാസ് പിന്നെ ഇത് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. പിന്നെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഫിക്സ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ബാക്ടീരിയ ഇൻ ടേൺ ഫിക്സ് നൈട്രജൻ ഇൻറ്റു നൈട്രോജീനസ് കോമ്പൗണ്ട്സ്. ഈ നൈട്രോജീനസ് കോമ്പൗണ്ട്സ് സോയിലെത്തുന്നു, അങ്ങനെ ഇത് പ്ലാന്റ്സിലെത്തുന്നു. ഇങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് പോകുന്നു. ഓക്കെ, സോ ദിസ് ഈസ് നൈട്രജൻ സൈക്കിൾ. So our second chapter is over. You study well. We will meet in the next class. Thank you.